പാലക്കാടിന്റെ എം എൽ എ ആണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭ കോൺഗ്രസ് നോട്ടമിടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം BJP ഭരിക്കുന്നതാണ് ആ പാലക്കാട് നഗരസഭ. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പോരാട്ടം തന്നെയാണ്. ആ പോരാട്ടം കണക്കിലെടുത്തുകൊണ്ട് രാഹുലിനെ മുൻനിർത്തി ഈ വരുന്ന പാലക്കാട് രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് രാഹുലിനെ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിക്കുവാനുള്ള നീക്കങ്ങളും വളരെ സജീവമായി നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വളരെ ആശാവഹമായ പ്രതീക്ഷകൾ നൽകുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ഈ വാർത്തകൾ നമ്മൾ കാണുമ്പോൾ, ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ, ഇപ്പോ നിങ്ങൾ നോക്കിയേ, ഈ പാലക്കാട് തിരിച്ചെത്തിയ രാഹുല് ഇത്രയും കാലം തിരിച്ചെത്തിയിട്ട് ഇത്രയും ദിവസം VK ശ്രീകണ്ഠൻ പാലക്കാട് ഉണ്ടായിരുന്നു. അതിനിടയിൽ VK ശ്രീകണ്ഠൻ ഒരു വിദേശ പര്യടനത്തിൽ പോയിരുന്നു. അതിന് മുമ്പും അതിന് ശേഷവും VK ശ്രീകണ്ഠൻ പാലക്കാടുണ്ട്. പക്ഷേ ഇത്രയും ദിവസത്തിനിടയിൽ VK ശ്രീകണ്ഠനും രാഹുലും ഒരു വേദിയിൽ എത്തുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് എവിടെയെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുന്നതോ ഒന്നും നമ്മൾ കണ്ടില്ല. പക്ഷേ ഇന്നിപ്പോ അത് നടന്നിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു. ഇന്നലെയാണെങ്കിൽ UDFന്റെ വേദിയിൽ, മുസ്ലിം ലീഗിന്റെ വേദിയിൽ പാലക്കാട് രാഹുൽ എത്തുന്നു. രാഹുൽ ഉദ്ഘാടകനായി എത്തുന്നു. മാത്രവുമല്ല, ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വളരെ വ്യക്തമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെയും പിണറായി വിജയനെയും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ സംസാരിച്ചതും. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രാഹുലിന്റെ തിരിച്ചുവരവ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.